ബി.ജെ.പി. ജനപ്രതിനിധികളുടെ ഡൽഹി യാത്രയിൽ കൂട്ടായി യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി അദീന ഭാരതിയുമുണ്ട്. മറ്റൊരു പാർട്ടിയുടെ പ്രതിനിധികൾക്കും അവകാശപ്പെടാൻ സാധിക്കാത്ത അവസരങ്ങളാണ് ബി.ജെ.പിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി.ജെ.പി. പ്രതിനിധികൾക്കും പ്രവർത്തകർക്കും നൽകുന്നതെന്ന് അദീന പറഞ്ഞു. ഗോകുൽ രമേശ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ജനപ്രതിനിധികളുടെ ഇന്ദ്രപ്രസ്ഥത്തിലേക്കുള്ള തീവണ്ടി യാത്രയിൽ അവർക്കൊപ്പം ഒരു അതിഥി കൂടിയിട്ടുണ്ട്. യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി അദീന ഭാരതി. നമസ്തേ. എന്താണ് ഇപ്പൊ ഇവരുടെ കൂടെ ഒരു യാത്ര ചെയ്യാൻ ഒരു അവസരം കൂടി കിട്ടിയിരിക്കുകയാണ്, അതിനെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഭാഗ്യമായിട്ട് തന്നെ കാണുന്നു. കാരണം അവരുടെ ലൈഫിൽ അവരെല്ലാവരും മാനിഫെസ്റ്റ് ചെയ്തിരുന്ന ഒരു മൊമെന്റിലേക്കാണ് അവർ നടന്നെടുക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഒരുപാട് ബലിദാനികളുടെ ജീവനും ജീവിതവും ഒക്കെ സമർപ്പിച്ച് അങ്ങനെ കിട്ടിയ ഒരു മൊമെന്റാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ ഓരോ പ്രവർത്തകരുടെ സ്വപ്നതുല്യമായിട്ടുള്ള ഒരു മൊമെന്റിലേക്കാണ് നമ്മൾ നടന്നെടുക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർക്കും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കും നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കേവലം ഒരു MLA-യോ അല്ലെങ്കിൽ MP-യോ നേരിട്ട് കാണാൻ ക്ഷണിക്കുന്നത് പോലെയല്ല, ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കേണ്ടവരാണ് നമ്മുടെ കൗൺസിലർമാർ. അപ്പൊ അവരെ നേരിട്ട് ഇതുപോലെ ക്ഷണിക്കാനും അവരോട് സംവദിക്കാനും അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കാനും ഒരു പ്രധാനമന്ത്രി തന്നെ തയ്യാറാകുന്നു എന്നുള്ളത് ഭാരതത്തിൽ മുൻപ് എപ്പോഴും നടന്നിട്ടുള്ള അല്ലെങ്കിൽ വേറെ ഏത് രാജ്യത്ത് എങ്ങനെ നടക്കാം. അപ്പൊ അതിന്റെ ഒരു പ്രൗഡ് മൊമെന്റിലാണ് നമ്മളെല്ലാവരും, അതിന്റെ ഒരു സന്തോഷത്തിലാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും അതിനെയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നതാണ്. ഇങ്ങനെ ഒരു അവസരം അത് വലിയ മിസ്സിംഗ് ആയി പോയത്. തീർച്ചയായിട്ടും. പക്ഷെ നമ്മളങ്ങനെ ഇനിയും അവസരങ്ങൾ ഒരുപാട് കിടക്കല്ലേ, ഇനിയും ഒരുപാട് അവസരങ്ങളുണ്ട്. നമ്മൾ ഈ സംഘടനയിലാണ് നിൽക്കുന്നത്. ഒരുപാട് സാധ്യതകളുള്ള ഒരു സംഘടനയാണിത്. നമ്മുടെ എല്ലാവരുടെയും പ്രവർത്തകർ എല്ലാവരും നമ്മളോടൊപ്പം അത്രയും സപ്പോർട്ടോടു കൂടിയാണ് നിൽക്കുന്നത്. ഇനിയും ഒരുപാട് അവസരങ്ങളുണ്ട്, അതിനുവേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്നു. മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ മറ്റൊരു പാർട്ടിയിലെയും ജനപ്രതിനിധികൾക്ക് ലഭിക്കാത്തൊരവസരം. ഇവരെന്ന് പറഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏറ്റവും താഴേക്കിടയിൽ പ്രവർത്തിക്കുന്ന പ്രതിനിധികളാണ്. അവർക്ക് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ നേരിട്ട് കാണാനും അവരുടെ നാട്ടിലെ വികസന സ്വപ്നങ്ങൾ അദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാനും ഒക്കെ കിട്ടുന്ന ഒരു അവസരമാണ്. ഇതൊരു ബി.ജെ.പിക്ക് മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും. കാരണം ഭാരതത്തിൽ ഇതിനു മുമ്പും മറ്റുള്ള പാർട്ടികൾ ഭരിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും അവരുടെ ഒന്നും ഏറ്റവും താഴെത്തട്ടിലുള്ള ജനപ്രതിനിധികൾക്ക് ഇത്തരത്തിലുള്ള അവസരങ്ങൾ കിട്ടിയിട്ടില്ല. നമുക്കറിയാം, ഇന്നും ഇവരെല്ലാവരും ഒരേ ശബ്ദത്തിൽ പറയുന്ന അവരുടെ എല്ലാം തൊട്ടടുത്തുള്ള വാർഡുകളിലെ മറ്റു മുന്നണികളുടെ കൗൺസിലർമാർ വളരെ അസൂയോടുകൂടിയാണ് ഇവർക്ക് കിട്ടിയ ഒരു ഭാഗ്യത്തെ നോക്കിക്കാണുന്നത്. ഇത് തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയിൽ മാത്രമേ നടക്കുള്ളൂ, അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രമേ നടക്കുള്ളൂ. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. മറ്റാർക്കും ഇത് സാധ്യമല്ല. കാരണം നമ്മൾ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ സംഘടനയാണ്. അങ്ങനെയുള്ളവർ വാർത്തെടുത്ത ഒരു സംഘടനയാണ്. തീർച്ചയായിട്ടും. വളരെ നന്ദി. എന്തായാലും ആ ജനപ്രതിനിധികൾക്ക് ആശംസ നേരാനായിട്ട് അദീന നേരെ അവരോടൊപ്പം തന്നെ യാത്ര ചെയ്യുകയാണ്. എന്തായാലും ആ ജനപ്രതിനിധികളും ആവശ്യത്തിലാണ്. അതോടൊപ്പം തന്നെ ബി.ജെ.പിയുടെയും മറ്റ് വിവിധ ക്ഷേത്രങ്ങളുടെയും ഒക്കെ കാര്യകർത്താക്കളും അതേ ആവശ്യത്തോടു കൂടി തന്നെ ആ യാത്രയിൽ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. കേരള എക്സ്പ്രസിൽ നിന്നും അനീഷ് കാട്ടക്കടയ്ക്കൊപ്പം ഗോകുൽ രമേശ്, ജനം.